എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സാഹസ്രം 71-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനുഷം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമഃ. 7-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. നാനാദിവ്യവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വൽപാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പൊന്നുഗുരുവായൂരപ്പൻ സകല ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാലോകക്ഷേമായ ഗോവിന്ദം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണ നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. 6-ാം ശ്ലോകത്തിലേക്ക്. 7-ാം ദശകത്തിലെ 6-ാം ശ്ലോകം. ഈ ശ്ലോകം മാത്രം എന്ന് പറയാൻ വേണമെങ്കിൽ ഭട്ടതിരിപ്പാട് തനിക്ക് ആ ലോകം കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. വൈകുണ്ഠലോകത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു. വൈകുണ്ഠലോകം ഇത്തരത്തിലാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള സൗന്ദര്യം എന്നുള്ളത് പറഞ്ഞു. ആ സൗന്ദര്യത്തോടെ തനിക്ക് ജീവിക്കാൻ, ഒരുപക്ഷെ സാരൂപ്യമുക്തി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, അത് തനിക്ക് തരണേ എന്ന് ഈ ഭക്തന്മാരെല്ലാവരും കൂടിയാൽ സാരൂപ്യമുക്തിയെ ചോദിക്കുകയുള്ളൂ. സായുജ്യം ആരും ചോദിക്കില്ല. സായുജ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നാമജപത്തിൻ്റെയോ ഭഗവാനെ ആരാധിക്കുന്നതിൻ്റെയോ ആശ്രയിക്കുന്നതിൻ്റെയോ എല്ലാം സൗന്ദര്യമില്ലാതെയോ അല്ലെങ്കിൽ ആ ആസ്വാദന ശക്തി ഹരം ഇല്ലാതെയോ. അപ്പോൾ ഇവിടെയും ഭട്ടതിരിപ്പാട് ചോദിച്ചിരിക്കുന്നത് ഈ ശ്ലോകത്താൽ മാത്രം എനിക്കും ആ വൈകുണ്ഠം കാണണമെന്നാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന. അപ്പോൾ വൈകുണ്ഠ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചു. ആ കുണ്ഠിതങ്ങളില്ലാത്ത ലോകത്തിൽ ഓരോരുത്തരും അവരവരുടെ വസ്ത്രധാരണ രീതിയോ അല്ലെങ്കിൽ അവരുടെ ശരീരഭംഗിയോ ഒക്കെ നിലവർണ്ണിച്ചു. എന്ന് വെച്ചാൽ അവിടെ എത്തുന്ന ഭക്തന്മാരെന്നല്ല, അവിടെ എത്തുന്ന ജീവാത്മാക്കൾ മുഴുവൻ അദ്വൈതികളാണ്. അവർ അദ്വൈത ആനന്ദത്തിലാണ്. അവർക്ക് മറ്റൊരു വസ്ത്രത്തിൻ്റെയോ മറ്റൊരു എന്താ പറയുക ചിന്തയുടെയോ മറ്റൊരു സാഹചര്യങ്ങളുടെ ആഗ്രഹമോ ഒന്നുമില്ല. നല്ല പറഞ്ഞല്ലോ,
വിമാനങ്ങളാണ് ചുറ്റും പറക്കുന്നത് ഭഗവാനെ ചുറ്റിക്കൊണ്ട്. അപ്പോൾ അവർക്ക് ആ വക ഒരു സുഖങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുമില്ല, വിഷയങ്ങളും ഇല്ല എന്നർത്ഥം. ഈ ലൗകിക ലോകത്തിലായാലും ശരി, നമുക്ക് എപ്പോഴാണ് ഏറ്റവും അധികം ആനന്ദം കിട്ടണതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറക്കെ പറയും, അത് ഏകാഗ്രതമായ ഈശ്വര വിചാരത്തിൽ തന്നെയാണ് ലോകത്തിൽ ഏറ്റവും അധികം ആനന്ദം കിട്ടുന്ന ഒരു അനുഭവമുള്ളത്. ഏകാഗ്രമായ ഈശ്വര ധ്യാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈശ്വരപരമായി എന്ത് ചെയ്യുമ്പോഴും ഏകാഗ്രമായി ചെയ്യുമ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ ആനന്ദം ലഭിക്കുന്നത് ആ നിമിഷത്തിലാണ്. അപ്പോൾ വൈകുണ്ഠ അവസ്ഥയെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ വീടുകളിലോ നമ്മുടെ മനസ്സിലോ അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മപഥങ്ങളിലോ ആനന്ദം പെയ്തിറങ്ങണേ എന്ന് നമ്മൾ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് മുഴുവൻ. അപ്പോൾ ആ അവസ്ഥ എന്നുള്ളത് സാർവലൗകികമായി ഓരോ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അൺഇൻറ്ററപ്റ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ഇടപെടാതെ സ്വച്ഛമായി ഒരു ഉപദ്രവവും കൂടാതെ ഒരു ചിന്തയും ബാധിക്കാതെ. ഇപ്പം നമ്മളിത് പറയുമ്പോൾ വളരെ രസമായിട്ട് പറയും, പക്ഷേ പറയുന്നവനും കേൾക്കുന്നവനും ഒക്കെ ചിന്താമയമാണ്. ആ ചിന്താമയത്വം മാറി ഭഗവാന്റെ ചിന്താമണി എന്ന ഭഗവാന്റെ സ്വരൂപം അതിലേക്ക് മനസ്സിനെ ആവേശിപ്പിക്കുക. ഏകാഗ്രമായ ഈശ്വര വിചാരത്തിൽ, ഈശ്വര ഭാവത്തിലുള്ള ജീവിതശൈലിയിൽ ആണ് അത്യാനന്ദം എന്നുള്ളതിൽ മറ്റൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശീലം വരുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ക്ഷേത്രത്തിൽ പോയി നിൽക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാനോ മറ്റോ ആഗ്രഹിക്കുന്നത്. കാരണം ആ അവസ്ഥയിലാണ് ജീവാത്മാവ് ഏറ്റവും അധികം ധന്യത നേടുന്നത്, ആനന്ദം നേടുന്നത്. അപ്പോൾ വൈകുണ്ഠരൂപം വിജയിക്കുന്നു. ആ വൈകുണ്ഠരൂപത്തെ ഞാനിതാ തത്തേധാമ വിഭോ, അങ്ങനെയുള്ള അവിടുത്തെ ധാമം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ധാമം എന്നുള്ളത് മനസ്സിലാക്കുക, അവിടുന്ന് തത്വമസി എന്ന വേദാന്ത പ്രകാരം അവിടുന്ന് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തത്തേ ധാമ, എൻ്റെ ധാമം, അതിനെ വൈകുണ്ഠമാക്കി തീർക്കണേ. ആ വൈകുണ്ഠഭാവം, വൈകുണ്ഠരൂപം അത് ഞങ്ങളിലേക്കും പ്രസരിപ്പിക്കണേ. നിത്യാനന്ദം. അവിടെ തുടരുന്നു, നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ. നാനാദിവ്യവധൂജനൈ, വിവാഹിതകളായിട്ടുള്ള സ്ത്രീകൾ, അതും ദിവ്യ സ്ത്രീകൾ, വിവാഹിതകളായ ദിവ്യ സ്ത്രീകളാൽ അഭിവൃത, സ്തുതിക്കപ്പെട്ടവളായി. അല്ലെങ്കിൽ അഭിവൃത രണ്ടു തരത്തിൽ പറയും. സ്തുതിക്കപ്പെട്ടവളായി എന്നുള്ള അർത്ഥത്തിലും ചുറ്റും നിൽക്കപ്പെട്ടവളായി, ചുറ്റും നിന്നുകൊണ്ട് സ്തുതിക്കപ്പെട്ടവളായി, അങ്ങനെ കണക്കാക്കാം. നാനാദിവ്യവധു. ഇനി നാനാ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? നാനാ എന്ന് വെച്ചാൽ അവിടെ മനുഷ്യ സ്ത്രീകളില്ല. കിന്നരന്മാർ, സിദ്ധന്മാർ, വിദ്യാധര സ്ത്രീകൾ, അതുപോലെ ദേവസ്ത്രീകൾ, അവരെയൊക്കെയാണ് കാണുക. അതാണ് നാനാ ദിവ്യവധൂജനൈ. ദിവ്യവധൂജനങ്ങളാണ്, അതും പലതരത്തിലുള്ളത്. അവരാൽ ചുറ്റപ്പെട്ട്, അവരാൽ സ്തുതിക്കപ്പെട്ട്. ആരാ? ഭഗവാനാണോ? വിദ്യുല്ലതാതുല്യയാ. ഇടിമിന്നലിനെ വിദ്യുല്ലത എന്നാ പറയുക. ലത എന്ന് വെച്ചാൽ വള്ളിയാണ്. അപ്പോൾ ഇടിവാളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ, ഒരു വൈദ്യുതിയുടെ ഒരു
വള്ളിയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. തുല്യയ തടിൽ പ്രഭ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിക്ക് വിശേഷണമുണ്ടല്ലോ. തടിൽ പ്രഭ എന്ന് വെച്ചാൽ തടിത്തെന്ന് വെച്ചാൽ ഇടിമിന്നൽ, ഇടിവാള്, മിന്നൽ പിണർ. ആ മിന്നൽ പിണർ എപ്പോഴും കാണാറില്ല. ഇനി മിന്നൽ പിണറിൻ്റെ പ്രത്യേകത ഒരു ദിക്കിലിങ്ങനെ വന്നല്ല കാണാം. എത്ര വലിയ ഇടി മുഴക്കത്തോടു കൂടി വരുന്ന മഴക്കാലമായാലും പല പല ദിക്കുകളിലായിട്ടാണ് ഈ മിന്നൽ പിണർ പ്രത്യക്ഷപ്പെടുക, ഒരു ദിക്കിലല്ല. അപ്പം മിന്നൽ പിണർ പോലെയുള്ള മിന്നൽ പിണറിൻ്റെ വിദ്യുല്ലത തുല്യയ, അതിനോട് തുല്യമായ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ. ഗാത്രലത, ഗാത്രലത എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ശരീരം അതിങ്ങനെ വള്ളി പോലെ എന്താ പറയുക, ഒഴുകിക്കിടക്കണം. കൃത്യമായ ഒരാകൃതിയോട് കൂടിയല്ല. സ്ത്രീകളുടെ ശരീരത്തിന് ഒരു വള്ളി വീണ് കിടക്കണ പോലെയുള്ള സൗന്ദര്യമാണ് കവികൾ പറയുക. വിശ്വോന്മാദന ഹൃദ്യഗാത്ര, അപ്പം വിദ്യുല്ലത എന്ന് ആദ്യം പറഞ്ഞു. അപ്പം വിദ്യുല്ലത പോലെ ഉള്ള ഗാത്രലത, ഗാത്രം എന്ന് വെച്ചാൽ ശരീരം, ഗാത്രലത. ആ ഗാത്രലതയുടെ പ്രത്യേകത എന്താ? ഗാത്രലത എന്ന് വെച്ചാൽ ലത പോലെയുള്ള ഗാത്രം. മിന്നൽ പിണറിൻ്റെ ലത പോലെ വർണ്ണിച്ചു, അതേപോലെയുള്ള അതിന് തുല്യമായ വള്ളി എന്ന് തോന്നുന്ന ശരീരം. ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? വിശ്വോന്മാദന ഹൃദ്യമാണ്. ഇത് രണ്ട് ഒരേ അർത്ഥം വരുന്ന രണ്ട് പദങ്ങൾ പ്രയോഗിക്കൽ ഭട്ടതിരിപ്പാടിൻ്റെ ലീലകളിൽ പെട്ടതാണ്. പല ശ്ലോകങ്ങളിൽ അത് കാണാം. തൊട്ടടുത്ത് ഒരേ അർത്ഥം വരുന്നതാണ് രണ്ട് പദങ്ങൾ. ഏതാ? ഉന്മാദന ഹൃദ്യ എന്ന് പറഞ്ഞു. ഹൃദ്യമായതാണ് ഉന്മാദിപ്പിക്കുക. അപ്പോൾ ആ ഹൃദ്യത കൊണ്ട് ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്ന അതാരെ? വിശ്വോന്മാദന, വിശ്വത്തെ മുഴുവൻ, ഒരു വ്യക്തിയല്ല, ഈ 14 ലോകങ്ങളെയും ഉന്മാദാവസ്ഥയിലേക്ക് ചേർക്കുന്ന ഇവിടെ ഇത് പറയാൻ കാരണമുണ്ട്. നമുക്ക് ഭയം കൊണ്ടാണോ എന്ന് വെച്ചില്ല, അത്ഭുതം കൊണ്ടാണോ എന്നറിയില്ല, ഈ മിന്നൽ പിണർ കാണുന്ന സമയത്തും ഒരു ഉന്മാദാവസ്ഥ ഉണ്ടാവാറുണ്ട്. മിന്നൽ പിണറിനെ നമുക്ക് എല്ലാവർക്കും പേടി തന്നെയാണ്. 99% ആളുകൾ പേടിയില്ലാത്തതൊന്നുമില്ല. ഇടി വെട്ട് കേട്ടാൽ പേടിക്കാത്ത ആൾക്കാരുണ്ടാവും. ഇടി മിന്നൽ കാണുമ്പോൾ പേടി തന്നെയാണ്. കാരണം അത് വൈദ്യുതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇടിമിന്നൽ കാണുമ്പോൾ ഭയം കൊണ്ടാണോ, അത്ഭുതം കൊണ്ടാണോ, ഭ്രമം കൊണ്ടാണോ എന്നറിയില്ല, ഒരു ഉന്മാദാവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വിശ്വത്തെ മുഴുവൻ, അത് ഹൃദ്യവുമാണ്. ഹൃദ്യം എന്ന് വെച്ചാൽ ഹൃദയത്തിന് ചേർന്നത് എന്നർത്ഥം. ഹൃദ്യം എന്ന് വെച്ചാൽ സുന്ദരം എന്നാണ് അർത്ഥം. എങ്ങനെ സുന്ദരമായി? ഹൃദയത്തിന് ഇഷ്ടപ്പെടും വിധം, ഹൃദയത്തിന് മനസ്സിന് ഇഷ്ടമാവും വിധമുള്ള സൗന്ദര്യത്തെയാണ് ഹൃദ്യം എന്ന് പറയും. ഒരു കവിത കേൾക്കുമ്പോൾ വളരെ ഹൃദ്യമായിരിക്കുന്നു എന്നൊരു നാടൻ പ്രയോഗം തന്നെയുണ്ട് നമുക്ക്. ഹൃദ്യത എന്ന് വെച്ചാൽ ഹൃദയത്തെ വശീകരിക്കാനുള്ള ശേഷിയാണ്. അപ്പം ഈ വശീകരണം കൊണ്ടാണ് ഉന്മാദാവസ്ഥ ഉണ്ടാവുന്നത്. വശീകരണത്തിൽ നിന്നാണ് ഉന്മാദം എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. മദ്യം എന്ന മഹാവശീകരണമുള്ള ഒരു പാനീയത്തിലാണ് ഉന്മാദാവസ്ഥ പലരും കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഹൃദ്യാവസ്ഥ അതെന്തിനാണുള്ളത്? ഗാത്രലതയ്ക്ക്. ലത പോലെ വളരെ നനുത്ത, വളരെ മെലിഞ്ഞ എന്നാൽ സൗന്ദര്യമുള്ള, ഒഴുകിക്കിടക്കുന്ന ശരീരത്തോടു കൂടിയ, അതിന് പ്രത്യേകതയുണ്ട്. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ. ഈ വിശ്വത്തെ മുഴുവൻ ആ സൗന്ദര്യം കൊണ്ട് ഉന്മാദാവസ്ഥയിലെത്തിക്കും. അത് ഇതൊക്കെ ആരാ? വിദ്യോതിതാശാന്തര. വിദ്യോതിതാശാന്തര എന്നുവെച്ചാൽ, ആശ എന്ന് വെച്ചാൽ ദിക്കുകൾ, അന്തര, ദിക്കുകളുടെ അന്തരത്തിൽ എന്ന് വെച്ചാൽ ദിക്കുകളിലൊക്കെ
തട്ടി 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 വിദ്യോതിത. അതിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ പ്രയോഗത്തിൽ തന്നെ ആ പദപ്രയോഗത്തിൽ തന്നെ അർത്ഥമുണ്ട്. വിദ്യോതിത എന്ന് വെച്ചാൽ വിദ്യുത്ത് പോലെ പ്രകാശമുള്ളത്, പ്രകാശിക്കുന്നവൾ എന്നർത്ഥം. വിശേഷേണ ദ്യോതിക്കപ്പെട്ടവളാണ് വിദ്യോതിത. ഇനി വിശേഷേണ ദ്യോതിക്കപ്പെട്ട ആശയുടെ അന്തരങ്ങളോട് കൂടിയവൾ വിദ്യോതിതാശാന്തര. ദിക്ക് മുഴുവൻ പ്രസരിച്ചു. ഇവിടെയും ഇടിമിന്നലായിട്ട് നമുക്ക് വളരെയധികം താരതമ്യം ചെയ്യാൻ സാധിക്കും. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു ദിക്കിലല്ല ഇടിമിന്നൽ കാണുന്നത്. ഇടിമിന്നൽ ഇങ്ങനെ 4 ദിക്കുകളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ 8 ദിക്കുകളിലോ മുഴുവനായിട്ട് ഇങ്ങനെ കാണും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൻ്റെ പ്രതിഫലനമാണോ പ്രതിബിംബമാണോ അടുത്ത ഇടിമിന്നൽ എന്ന് വരെ സംശയവും. അതായത് ഒരേ പ്രകാശ അളവ്, പ്രകാശത്തിൻ്റെ തോത് ഒരേ പ്രകാശം, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ ഇടിമിന്നലും. ഇപ്പം ഏതോ ഒരു വലിയ പ്രകാശ സ്രോതസ്സിൻ്റെ പ്രതിഫലനോ പ്രതിബിംബമാണോ സംശയവും 4 ദിക്കിലും അത് തട്ടി ജ്വലിക്കുന്നത് കണ്ട. പല ദിക്കിലാണല്ലോ ഇടിമിന്നൽ കാണുകയെന്ന് പറഞ്ഞുല്ലോ. അതാണ് വിദ്യോതിതാശാന്തര. അപ്പോൾ ഒരു ദിക്കിലിരിക്കുന്ന വസ്തുവിൻ്റെ പ്രകാശം ഏതെങ്കിലും ഒരു സ്രോതസ് വഴി എല്ലാ ദിക്കിലേക്കും എത്തിച്ചേരുന്നത് പോലെ ഈ ഇടിമിന്നലിൻ്റെ പ്രകാശവും കണ്ടാൽ തോന്നുക ഏതോ ഒരു സ്രോതസ്സിൻ്റെ 4 ദിക്കിലുള്ള പ്രതിഫലനാണോ എന്നാണ് തോന്നുക. ഇതേ രൂപമാണ് ഇവർക്കും. അല്ല, ഇത് ആരാണ്? വൈകുണ്ഠത്തിൽ ഇത്രയും സൗന്ദര്യത്തോടെ വിളങ്ങണമെങ്കിൽ അതൊരു സ്ത്രീ സ്വഭാവമാണെങ്കിൽ, പ്രകൃതി സ്വഭാവമാണെങ്കിൽ ആരായിരിക്കും? ദിവ്യവധൂജനൈരഭിവൃത നാനാ, പലതരത്തിലുള്ള വിവാഹിതകളായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വധൂജനം എന്ന് വെച്ചാൽ വിവാഹത്തിന് തൊട്ട് മുമ്പേ ഉള്ള പ്രായവും വിവാഹം കഴിഞ്ഞവരും. അതായത് കൗമാരപ്രായകാരികൾ പോലുമല്ല, യുവത്വത്തിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾ, ദിവ്യ സ്ത്രീകൾ, അതും നാനാവിഭാഗത്തിൽപ്പെട്ടവർ. അവരാൽ ചുറ്റപ്പെട്ടുകൊണ്ടാണ് ആ പ്രകൃതി സ്വരൂപിണി വർത്തിക്കുന്നത്. ആ വിദ്യുല്ലതാ തുല്യയായ ഗാത്രലതയോട് കൂടിയവൾ, വളരെ മെലിഞ്ഞ എന്നല്ല, സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മെലിഞ്ഞൊരു ശരീരമാണല്ലോ സൗന്ദര്യ സങ്കല്പമായിട്ട് പറയുക. ആ സൗന്ദര്യത്തിന് ചേർന്ന ആകൃതി, ആ ആകൃതിയിൽ വർത്തിക്കുന്ന, എന്നാൽ ഇടിമിന്നൽ പിണറിനെ പോലെ 4 ഭാഗത്തും പ്രകാശിക്കുന്ന, ഒരേപോലെ പ്രകാശിക്കുന്ന ശരീരത്തോടു കൂടിയവൾ. അത്തരമൊരു ശരീരത്തിലാണ് അവൾ ഇപ്പോൾ വർത്തിക്കുന്നത്. അപ്പോൾ ആ വൈകുണ്ഠത്തിലെത്തിക്കഴിഞ്ഞു. വൈകുണ്ഠത്തിലുള്ള ഭക്തന്മാരെ കണ്ടു. അവർ പല രൂപത്തിലിങ്ങനെ വിമാനത്തിൽ പറക്കുന്നത് കണ്ടു. ഇപ്പോഴേ ഭഗവാനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യം പ്രവേശനമാണെന്നല്ലേ കണ്ടത്. ഇപ്പോൾ നടന്ന് ഭഗവത് സമക്ഷം ഏകദേശം എത്തിച്ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു മഹാത്മ്യമാണ്. ഇങ്ങനെ സ്തുതിക്കുന്നതും കാണുന്നതും എഴുതുന്നതും ചിന്തിക്കുന്നതും വലിയൊരു സിദ്ധിയാണ്. അവിടെ എത്തിയ അനുഭവത്തിൽ ആണ് ഭട്ടതിരിപ്പാട് പറയണത്. എന്ന് വെച്ചാൽ ഭാവം കൊണ്ട് അവിടെ എത്തിയെന്ന് അർത്ഥം. ഈ ഭക്തി എന്ന വികാരത്തിന് അത്തരത്തിലൊരു പ്രത്യേകതയുണ്ട്. അതിനൊരു ദേശാന്തരോ ലോകാന്തരോ ഇല്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതാണ് തുടക്കത്തിൽ, ഈ ദശകത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ആ രീതിയിൽ അതിനെ ചിത്രീകരിക്കുന്നത്. ലൗകിക രീതിയ ഒരു ഭക്തൻ്റെ സന്തോഷം തന്നെയാണ് ഇവിടെ വൈകുണ്ഠപ്രാപ്തിയായിട്ട് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. ഇതിലിപ്പോൾ വേറെ വൈകുണ്ഠമുണ്ടോ, ഭഗവാൻ ഇങ്ങനെ ഒരു ലോകത്തിലാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന അവസ്ഥ ഭട്ടതിരിപ്പാട് ശരിക്കും അനുഭവിക്കുകയാണ്. നമ്മുടെ ഒരു സങ്കല്പത്തിൽ ജഗദ്ഭ്യോബഹി, 14 ലോകങ്ങൾക്കും പുറത്തായി നിൽക്കുന്ന ഒരു ലോകം, ആ ലോകത്തിൽ സൂര്യപ്രകാശത്തെ പോലും
നിയന്ത്രിക്കാൻ ശേഷിയുള്ള പ്രകാശ സ്വഭാവം ആ ലോകത്തിൻ്റെ. അപ്പം ആ ലോകത്ത് ആ പ്രകാശത്തേക്കാൾ വെട്ടിത്തിളങ്ങുന്ന മറ്റു പലതും. ഇപ്പോൾ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവിടെ അവരുടെ വിശേഷണം അവസാനിപ്പിക്കുന്നില്ല ഭട്ടതിരിപ്പാട്. എന്നുവെച്ചാൽ ഇടിമിന്നൽ പോലെ എല്ലാ ദിക്കിലും പ്രഭ പരത്തിക്കൊണ്ട് അവൾ ഇരിക്കുന്നു. ആരാത്? ത്വൽപാദാംബുജ സൗരഭൈക കുതുക. അവിടുത്തെ മാത്രം മതി. ത്വൽപാദാംബുജ സൗരഭം, അവിടുത്തെ പാദാംബുജ സുഗന്ധം, അവിടുത്തെ പാദാംബുജ ഗന്ധം, അത് മാത്രം മതി. ഏക കുതുക എന്നാണ്. മറ്റൊരു ദിക്കിലേക്ക് ശ്രദ്ധ പോലുമില്ലാത്ത ആ സ്ത്രീരത്നം. ത്വൽപാദാംബുജ സൗരഭൈക കുതുക. ലക്ഷ്മീ, ലക്ഷ്മി, മഹാലക്ഷ്മി. 8 തരത്തിലുള്ള, ഇവിടെ ഈ പല തരത്തിൽ ഇതിനെ ചിന്തിക്കാം. കാരണം അഷ്ടലക്ഷ്മിമാരാണ്. ഇടിമിന്നൽ പോലെ ഈ ഇടിമിന്നൽ പ്രത്യക്ഷപ്പെടുന്നത് 8 ദിക്കിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 8 ദിക്കിലാവാലോ. അഷ്ടലക്ഷ്മിമാരാണ്. അപ്പോൾ ഇടിമിന്നലിനെയും ലക്ഷ്മിയെയും ചേർത്ത് വർണ്ണിച്ചതിൽ അങ്ങനെ ഒരു ഭാവന നമുക്ക് കണ്ടെടുക്കാവുന്നതാണ്. അഷ്ടലക്ഷ്മിമാരെന്ന രീതിയിൽ 8 ദിക്കുകളിൽ മിന്നൽ പിണർ രൂപത്തിൽ വർത്തിക്കുന്നു. ഇവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞതിൽ സ്ത്രീ ഏകവചനമാണ്. സാക്ഷാൽ ലക്ഷ്മി ഭഗവതി, മഹാലക്ഷ്മി, ശ്രീലക്ഷ്മി. ആ ലക്ഷ്മി നാഥനാണല്ലോ ഭഗവാൻ. ഇവിടെ വ്യാഖ്യാതാവ് മനോഹരമായിട്ട് മറ്റൊരു ഭാവന പറഞ്ഞിരിക്കുന്നത് വണ്ടിനോട് ഉപമ തോന്നാം എന്ന് പറയുകയാണ്. ഈ വണ്ടിൻ്റെ പ്രത്യേകത എന്താ? വണ്ടിൻ്റെ പ്രത്യേകത, വണ്ട് ഒരു പൂവിലും സ്ഥിരമായിട്ട് നിൽക്കില്ല. ലക്ഷ്മീ സ്ഥാപക രാമണീയക ഹൃദൈവേയം പരേഷു അസ്ഥിരേതി. അസ്ഥിരയാണ് ലക്ഷ്മി എന്ന് ഭട്ടതിരിപ്പാട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അസ്ഥിര എന്ന് വെച്ചാൽ ഒരു ദിക്കിലും സ്ഥിരമായി വർത്തിക്കാത്തവൾ. ആ ഒരു ദിക്കിലും സ്ഥിരമായി വർത്തിക്കാത്ത അവസ്ഥയാണ് വണ്ടുകൾക്കുള്ളത്. വണ്ടുകൾ ഒരു പൂവിൽ ചെന്നിരിക്കും, അതിൽ നിന്ന് താൻ കുടിക്കും, അപ്പോൾ അടുത്തേക്ക് ആസക്തി വരും, അവിടെ ചെന്നിരിക്കും. ഇങ്ങനെ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് സഞ്ചരിക്കുന്ന വണ്ടുകൾ പോലെ പല ആൾക്കാരുടെ ഭക്തന്മാരുടെ കൈകളിൽ ഇരിക്കുന്നുവെങ്കിലും അവിടുത്തെ താവക രാമണീയക ഹൃദയവേയം, അവിടുത്തെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഭാവത്തിൽ അവിടെ അസ്ഥിരയായ ലക്ഷ്മി സ്ഥിരയായി വർത്തിക്കുന്നു. ഇവിടെ എന്ത് പറഞ്ഞു? ത്വൽപാദാംബുജ സൗരഭൈക കുതുക. ഈ വണ്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട് അത്രേ. അതെന്താ? താമരയിൽ നിന്ന് അവർ പെട്ടെന്ന് എഴുന്നേറ്റ് പോവില്ല. താമരപ്പൂവിൽ അവർ കുറച്ചധികം നേരം ഇരിക്കും. അധികം നേരം എന്നല്ല, മിക്കവാറും. കാരണം അവർ ചാഞ്ചല്യം ഉള്ളവരാണെങ്കിലും ഈ താമരയുടെ സുഗന്ധത്തിൽ അവർക്ക് വല്ലാത്ത ആസക്തിയുണ്ട്. താമരയുടെ സൗന്ദര്യത്തിലും ആ സുഭഗതയിലും സുഗന്ധത്തിലും വല്ലാത്ത ആസക്തിയുള്ള കൂട്ടത്തിലാണ് ഈ വണ്ടുകൾ. ഇവിടെയും ഒരു സൗരഭ്യത്തിൽ ആസക്തി ഉണ്ടെന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. അതേത് സൗന്ദര്യ? ത്വൽപാദാംബുജ സൗരഭൈക കുതുക. അവിടുത്തെ പാദമാകുന്ന താമര പൂവിലുള്ള അത്യാസക്തി, അത്യാഗ്രഹം, അതിമോഹം, അത് വിട്ടുപോയാൽ വേറെ വല്ലവരും എടുത്താലോ എന്നുള്ള പ്രണയത്തിൻ്റെ തന്നെ മറ്റൊരു ഭാവമായ അസൂയ. അസൂയ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു നല്ല ഭാവമാണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ. താൻ ഇഷ്ടപ്പെടുന്ന, താൻ പ്രണയിക്കുന്ന വ്യക്തിയെ വേറൊരാൾ മോഹിക്കുന്നുവോ എന്ന സംശയത്തെ അസൂയ എന്ന് വിളിക്കാം. അത് കേവലം സംശയമായിട്ട് നമ്മൾ ചിത്രീകരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതങ്ങനെ സംശയിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതൊരു അസൂയ കലർന്ന സംശയമായാൽ അത് പ്രണയത്തിനോട് ചേർന്ന സൗന്ദര്യമായി. ഇവിടെ ആ അത്യാസക്തിയാണ്. താൻ ആരാധിക്കുന്ന, താൻ ആഗ്രഹിക്കുന്ന
ഈ സുഭഗത, ഈ സൗന്ദര്യം, ഈ സുഗന്ധം വേറെ വല്ലവരും എത്തി നോക്കുന്നുണ്ടോ അത് തട്ടിയെടുക്കാൻ എന്ന ആ ഒരു ചിന്തയാൽ അവിടെ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്, കാവലിരിക്കുന്നത് പോലെ. അവിടുത്തെ പാദാംബുജ സൗന്ദര്യത്തിൻ്റെ കാവലാളായി ഇതാ ലക്ഷ്മി ഭഗവതി അവിടെ വർത്തിക്കുന്നു. ലക്ഷ്മി സ്വയം ലക്ഷ്യതേ, അസ്ഥിരയായ ആ സ്ത്രീരത്നം, അസ്ഥിരയായ ദേവി സ്വയം ലക്ഷ്യതേ, അവിടുത്തെ പാദാംബുജം തന്നെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അവിടെ തന്നെ വർത്തിക്കുന്നു. ഇപ്പം ഭട്ടതിരിപ്പാട് ലക്ഷ്മിയെ കണ്ടു. നോക്കൂ, ആ എൻട്രൻസ് ഇങ്ങോട്ട് കടന്നു വന്ന് അദ്ദേഹം എവിടേക്ക് കൊണ്ടുപോയി? വിമാനങ്ങളെ കണ്ടു അദ്ദേഹം, പിന്നെ മറ്റു പലതും കണ്ടു, അവിടെ ഭഗവാന്റെ രൂപത്തെ കണ്ടു. ഇപ്പോൾ ഇതാ അടുത്തെത്തി. അടുത്തെത്തിയപ്പോൾ അപ്പോഴാണിതാ ഇടിമിന്നൽ പോലെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ, കൃശഗാത്രിയായ സ്ത്രീ, ആ കൃശത്വം വള്ളിയോട് ഉപമിച്ച് ആ സ്ത്രീയെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കുറച്ച് അസൂയക്കാരിയാണ്. കാരണം മറ്റുള്ളവരെ ഭഗവാന്റെ പാദത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ പാദത്തിലേക്കാണ് നോക്കുക. അത് ഭട്ടതിരിപ്പാട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ മേത്തേക്കാണ് ലക്ഷ്മി ഭഗവതി നോക്കുക, ഭഗവാന്റെ സമീപത്തായിരിക്കണത്. ഈ മറ്റുള്ളവരെ നോക്കാൻ എന്താ കാരണം? അവരൊക്കെ ഭഗവാന്റെ പാദത്തിലേക്കാണോ നോക്കണതെന്ന് നേരത്തെ പറഞ്ഞ കുറച്ചൊരു അസൂയാഭാവം, പ്രണയത്തിന് വരുന്ന ആ അസൂയാഭാവം. മറ്റുള്ളവരെല്ലാവരും ഇതിലേക്ക് തന്നെയാണോ നോക്കണത്? എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു തരത്തിൽ ഈ ആനന്ദത്തെ, ഈ സൗരഭ്യത്തെ വേറെ വല്ലവരും നുകരുന്നുണ്ടോ എന്ന സംശയത്തിൽ ലക്ഷ്മി കടാക്ഷം കിട്ടാനാ ഗുരുവായൂരപ്പന് മുമ്പിൽ പോയി നിൽക്കുന്നത്. ഭാഗ്യത്തിന് നമുക്ക് ലക്ഷ്മി കടാക്ഷം ധാരാളം കിട്ടും. കാരണം ലക്ഷ്മി മിക്കവാറും ഇങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ അളവെടുക്കണത് എന്നുള്ള ഭാവത്തിൽ, ആ ഹാസ്യ ഭാവത്തിലുള്ള, സരസഭാവത്തിലുള്ള ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ വർത്തിക്കണത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്ന ഭട്ടതിരിപ്പാട് നേരത്തെ പറഞ്ഞുവെങ്കിൽ അതിൻ്റെ ഒരു ആവർത്തന ഭാവനയാണ് ഇവിടെ കാണുന്നത്. ത്വൽപാദാംബുജ സൗരഭൈക കുതുക, മറ്റുള്ളവർ ഒന്ന് നോക്കിപ്പോലും ആഗ്രഹിക്കാത്ത രീതിയിലായിരിക്കണമെന്ന് ലക്ഷ്മിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ നിന്നുണ്ടായ പ്രണയമസൃണമായ ഒരു അസൂയാഭാവം, ആ അസൂയാഭാവത്തിൽ ലക്ഷ്മി ഭഗവതി എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വയം ലക്ഷ്യതയെന്നാണ്. ബാക്കി ഒരു ദിക്കിലും ദേവി നിൽക്കാറില്ല. എങ്കിൽ ഇവിടെ ഇതാ സ്വയം ലക്ഷ്യമായി കണ്ടുകൊണ്ട് അവിടെ ഉറപ്പിച്ചു. ഇനി വേറെ എങ്ങോട്ടും പോവുകയില്ല. ഏതുപോലെയാണെങ്കിലോ, താമര കണ്ടപ്പോൾ വണ്ട് താമരയിൽ നിന്ന് വിട്ടുപോകാതെ താമരയിൽ തന്നെ ഇരിക്കുന്ന പോലെ സ്വയം ലക്ഷ്യത. ഈ സ്വയം ലക്ഷ്യസ്ഥാനമാക്കാൻ കാരണം കൂടിയുണ്ട്. അതെന്താ? പല 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 പൂക്കളിൽ പോയി തേൻ നുകർന്നപ്പോഴാണ് മനസ്സിലായത് ഈ പൂവിൻ്റെ മാധുര്യം മറ്റൊന്നിനുമില്ലാന്ന്. ഇനി വേറൊരു മധുരത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് വണ്ടിന് മനസ്സിലായത്. പല പല ഹൃദയങ്ങളിലൂടെ പോയപ്പോൾ ആ ഹൃദയങ്ങളിലൊന്നും ഈ പാലാഴി മഥന സമയത്ത് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയും. ലക്ഷ്മി ഭഗവതി വർണ്ണമാല്യമായിട്ട് വരുമ്പോൾ പലരെയും നോക്കി, പലരുടെയും ഉള്ളിലേക്കാണ് നോക്കിയത്. എല്ലാവരുടെയും, ആരുടെയും ഉള്ളു നന്നല്ല, പുറത്തൊന്നും തിരക്കേടില്ല. അപ്പോൾ ഉള്ളു നന്നല്ലാത്തതുകൊണ്ട് നേരെ ചെന്ന് ഉള്ളും പുറവും ഒരുപോലെ സുന്ദരനായ ഭഗവാന്റെ കഴുത്തിൽ മല ചാർത്തേണ്ടായത് ലക്ഷ്മി ഭഗവതി. അപ്പം ബാക്കി ഹൃദയങ്ങളെയൊന്നും ലക്ഷ്മി ഭഗവതിക്ക് ബോധിച്ചിട്ടില്ല. എല്ലാം ചഞ്ചലന്മാരും അത്യാഗ്രഹികളും, പിന്നെ തന്നോട് വലിയ സ്നേഹമൊന്നും അത്യാവശ്യത്തിന് മാത്രമേ സ്നേഹമുള്ളൂ. എന്നാൽ ഭഗവാനോ, സ്നേഹിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന ഭഗവാന്റെ സ്വഭാവം. അപ്പോൾ ആ സ്വഭാവത്തിൽ താൻ സുരക്ഷിതയാണ്, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച
സാന്നിധ്യം, സാമീപ്യം, അതാണെന്ന് ബോധ്യം വന്നപ്പോൾ സ്വയം ലക്ഷ്യതയെ, ആ ലക്ഷ്മി അവിടെ സ്വയം സ്ഥിതയായി ആ വൈകുണ്ഠത്തിൽ. യസ്മിൻ എന്ന് വെച്ചാലോ യാതൊരു ദിക്കിൽ എന്ന് വെച്ചാൽ വൈകുണ്ഠത്തിൽ. ഇന്നലെ എത്ര എന്ന് പറഞ്ഞു, അതും യാതൊരു ദിക്കിൽ എന്നർത്ഥം. യാതൊന്നിൽ എന്ന് യസ്മിൻ എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിൽ, യാതൊരു വൈകുണ്ഠത്തിൽ വിസ്മനീയ ദിവ്യ വിഭവം വിസ്മനീയ ദിവ്യ വിഭവം. ഭൗതികമായിട്ട് എന്തെല്ലാം വിഭവങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു, കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ണിനുള്ള വിഭവമാവാം, കാതിനുള്ള വിഭവമാവാം, നാവിനുള്ളതാവാം, മൂക്കിനുള്ളതാവാം. ഇങ്ങനെ പലതരത്തിൽ വിഭവങ്ങളെ മുഴുവൻ ആ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ആസ്വദിച്ച് നിൽക്കുന്ന നമുക്ക് വിസ്മനീയ ദിവ്യ വിഭവം, ഈ ഒരവസ്ഥ, ഈ വൈകുണ്ഠാവസ്ഥ ഏറ്റവും അത്ഭുതകരമായ, അതൊരു ഭൗമ വിഭവമല്ല, അഭൗമ വിഭവം, ദിവ്യ വിഭവമാണ്. മനസ്സിനെയും ശരീരത്തിനെയും ബുദ്ധിയെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന, അതാണ് അവിടെ ദിവ്യം എന്ന് പ്രയോഗിക്കാൻ കാരണം ഈ ശരീരത്തിലുള്ള അവസ്ഥയിൽ ആ അനുഭൂതി ഉണ്ടാവില്ല. എന്തൊക്കെ അവിടെ രത്നങ്ങളോട് കൂടിയ വിമാനത്തിൽ ഭക്തന്മാർ പാറി പറക്കുന്നു, ലക്ഷ്മി ഭഗവതി സർവാഭരണ വിഭൂഷിതയായി ഭഗവത് പാദത്തിൽ വസിക്കുന്നു, സർവാഭരണത്തോടു കൂടി ഭഗവാൻ പ്രകാശിക്കുന്നു. ഇതൊക്കെ വൈകുണ്ഠത്തിൽ നമ്മൾ കാണുന്നത്. എത്ര 17 വിഭവത്തോടു കൂടിയുള്ള സദ്യ കഴിച്ചാലും ആ വിഭവങ്ങളൊക്കെ ഒരു പാകം ചെയ്ത് മണിക്കൂറുകൾ മാത്രം ആയുസുള്ളതാണ്. ഇന്ന് മാത്രമല്ല, അത് ഭൗമമാണ്, അത് തീർത്തും ലൗകികമായിട്ടുള്ള വിഭവങ്ങളാണ്. ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന ദിവ്യ വിഭവം എന്ന് വെച്ചാൽ കഴിച്ചാലും മതിവരാത്ത സ്വാദോടു കൂടിയ വിഭവങ്ങൾ. എന്ന് മാത്രമല്ല, സാധാരണ കണ്ണുകൾക്കോ സാധാരണ ഇന്ദ്രിയങ്ങൾക്കോ അപ്രാപ്യമായത് എന്നൊരു ഒരു സൂചനയുണ്ട് ദിവ്യം എന്ന പദത്തിൻ്റെ ആ പദത്തിലൂടെ. നോക്കൂ, വൈകുണ്ഠത്തിൽ ലക്ഷ്മി ഭഗവതി ആ ഭഗവാന്റെ സൗരഭ്യത്തെ നുകർന്നുകൊണ്ടിരിക്കുന്നു. ആ സൗരഭ്യം നുകർന്ന ലക്ഷ്മി ഭഗവതിയെ ആശ്രയിച്ചാൽ തന്നെ ലക്ഷ്മി നമ്മളെ കൈവിടിയില്ല, കാരണം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം. ലക്ഷ്മിയാൽ സദാ അനുഗ്രഹീതയായിത്തീരും ഈ ഭക്തന്മാർ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ. നമുക്കെല്ലാവർക്കും എന്താ ആവശ്യം? ലക്ഷ്മിയാണ് ആവശ്യം. കാശ് കിട്ടിക്കഴിഞ്ഞാൽ സേഫായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. സ്വർണം കടത്തിയിട്ടായാലും മറ്റേത് വഴിക്കായാലും കുറച്ച് കാശ് സമ്പാദിച്ചു വെച്ചാൽ തൻ്റെ അടുത്ത തലമുറയൊക്കെ ഭദ്രമായിട്ടിരിക്കുന്നുള്ള ചിന്താഗതിക്കാരാണ് നമ്മളെല്ലാവരും, വിഡ്ഢി ചിന്താഗതിക്കാർ. അപ്പോൾ ആ ചിന്താഗതിയെ പോലെ ചിന്തിച്ചാൽ ധനമുണ്ടാവണമെങ്കിൽ ലക്ഷ്മി കടാക്ഷം വേണം. ആ ലക്ഷ്മി കടാക്ഷം ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ലക്ഷ്മിയാണ് നോക്കണത്, ഭഗവാൻ നോക്കില്ല. ഭഗവാൻ നോക്കുന്നത് ലക്ഷ്മിയെയാണ്. അപ്പം ഭഗവാന്റെ ആശ്രയത്വത്തിലൂടെ ദിവ്യമായ ഈ വിഭവം നമുക്ക് ലഭിക്കും. എപ്പോൾ നമ്മൾ എന്താ പറയുക, അനവരതം ഹരിചിന്തയിൽ മുഴുകുമ്പോൾ. തത്തേ പദം ദേഹിമേ എന്നാണ് ആ അങ്ങയുടെ പദം. ഇന്നലെ തത്തേ ധാമ എന്ന് പറഞ്ഞിട്ട് വേറൊരു വകുപ്പ്, വേറൊരു പ്രയോഗം, അത്രയേ ഉള്ളൂ. ഇന്നലെ വരെ തത്തേ ധാമ എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത് 2-3 ശ്ലോകങ്ങളിൽ. അവിടുത്തെ ധാമം വേണമെന്ന്. ഇത് തത്തേ പദം എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ലക്ഷ്മി ഭഗവതി ആശ്രയിക്കുന്ന ആ പദം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതി എനിക്കും വേണം ലക്ഷ്മി കടാക്ഷം എന്നുള്ളൊരു ചോദ്യം കൂടി ആവാം അവിടെ. അല്ലെങ്കിൽ വിളമ്പി വച്ചിരിക്കുന്ന ആ ദിവ്യമായ വിഭവത്തോടു കൂടിയ അവസ്ഥ, വൈകുണ്ഠാവസ്ഥ, ആ ദിവ്യ വിഭവം. ഈ ലൗകിക വിഭവങ്ങളൊക്കെ മടുത്തു കഴിഞ്ഞു. കണ്ണിനോ കാതിനോ മൂക്കിനോ നാക്കിനോ മറ്റൊരു ഇന്ദ്രിയങ്ങൾക്കും
അത്ര പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്ത ദിവ്യവിഭവമായിട്ട് വർത്തിക്കുന്ന വൈകുണ്ഠത്തെ, ആ പദത്തെ, പദം എന്ന് വെച്ചാൽ അവസ്ഥ, ആ അവസ്ഥയെ രൂപം എന്ന് വെച്ചാലും അവസ്ഥ എന്ന് പറയാം. അപ്പോൾ എല്ലാറ്റിലും ആ അവസ്ഥ എനിക്ക് തരണം എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയ. ഇടിമിന്നലിൻ്റെ വള്ളി പോലെയുള്ള സൗന്ദര്യത്തോടു കൂടിയ ആ ശരീരത്തോടു കൂടി വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാശാന്തര. നാനാദിക്കിലും പ്രശോഭിതമായ ആ ശരീരത്തിൻ്റെ ശോഭയോടു കൂടിയവൾ. ത്വൽപാദാംബുജ സൗരഭൈക കുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യതേ. അവിടുത്തെ സൗരഭത്താൽ മാത്രം അത്ഭുതത്തോടു കൂടി അവിടെ തന്നെ വർത്തിക്കുന്ന ആ ലക്ഷ്മി യസ്മിൻ വിസ്മനീയ ദിവ്യവിഭവം, ഏതിലാണോ ഇത്തരത്തിൽ മനോഹരമായ ദിവ്യമായ വിഭവം നിറച്ചു വച്ചിരിക്കുന്നത്, ആ പദത്തെ എനിക്കും തരണേന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.